ഹായ്, വെൽക്കം ടു സിമ്പിൾ തിങ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഗ് ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ബിരിയാണി നമുക്ക് പല രീതിയിൽ വെക്കാം, പക്ഷെ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഐറ്റമാണ്. അപ്പോൾ തുടങ്ങിയാലോ? ഒരു ചട്ടി എടുക്കാം. ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം, ലേശമല്ല കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി മൂപ്പിച്ച് മാറ്റി വെക്കാം. ഏകദേശം മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഏകദേശം പച്ചമണം മാറുന്ന വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ചെറുതാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഗരം മസാലയും ഒരു നുള്ളു ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. വഴണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം. എന്നിട്ട് ഈ തക്കാളി ഇതിൽ വെന്ത് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ തക്കാളിയുടെ നീര് അതിലേക്ക് ഇറങ്ങും. പക്ഷേ നമുക്ക് അടി പിടിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും പിന്നെ നമ്മൾ വറുത്ത് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം മൂടി വെക്കും, ഒന്ന് ആവിയിലിരുന്ന് ഈ ഗ്രേവി ഈ മുട്ടയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്, ഗ്രേവി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഓൾറെഡി ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേവിക്കാൻ എല്ലാവർക്കും അറിയാം, ബിരിയാണി അരി ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ കുറച്ച് അരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീരും കൂടെ ഈ ചോറ് വെക്കുന്നതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പം അരികൾ തമ്മിൽ ഒട്ടില്ല, അത് നല്ലൊരു ടെക്നിക്കാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ജീരകശാല അരിക്കൊരു പ്രത്യേക മണവും രുചിയുണ്ട്. അപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും അതിനൊരു പ്രത്യേക സ്വാദാണുള്ളത് ജീരകശാല അരിക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലെയർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന ഉള്ളിയുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമുക്ക് റൈസ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പോൾ അത് നമുക്ക് മുകളിലത്തെ ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിനയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളി ബാക്കി ഉണ്ടായിരുന്ന വറുത്ത് വെച്ചതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് മഞ്ഞളും വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു ദം ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറേ സമയമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗ്രേവി റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ബിരിയാണിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.